Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, teacher. How are you? Fine. Good morning, Miss. Good afternoon. എവിടെ പോയി എല്ലാവരും? 9 പേരായിരുന്നു. അതല്ല 8 പേര്. ഭക്ഷണം കഴിച്ചു എല്ലാവരും? No, teacher. After the class. കഴിച്ചു മിസ്സേ. കഴിച്ചു. എങ്ങനെയുണ്ട് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ? നിങ്ങളാ? Yes, going well. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതെ, നമ്മളുടെ ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? Yes, really, we are proud of them. പ്രൗഡ് ഓഫ് ആണ് അല്ലേ? ഭയങ്കര ഒരു പ്രൗഡാണ് നമുക്ക് ഇന്ത്യക്കാരനായി ജനിച്ചതില്. നമ്മള് പണ്ട് നമ്മള് ഹിസ്റ്ററിയിലെ കുറെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഇവന്റ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇന്ത്യയിൽ വരുന്ന കുട്ടികൾക്ക് ഇതൊരു ഹിസ്റ്ററിയാണ് അല്ലെ? ഈ ഒരു ഓക്കെ. 1971 കഴിഞ്ഞ് ഇപ്പൊ ഇതൊക്കെ പ്രയോഗിക്കുന്നത് ഇപ്പഴാ പിന്നെ. അതെ ശരിയാണ്. 71 ശേഷം അല്ലെ? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു യുദ്ധം. അത് ഇന്ത്യ ഇത്രയും ഇതായിട്ട് നമ്മള് നിൽക്കുന്ന പ്രതീക്ഷയില്ല. ഇങ്ങനെയാണ് ഇന്ത്യ എന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. കരസേന ടീച്ചർ പാകിസ്ഥാനും ഇന്ത്യക്കൊപ്പത്തിനൊപ്പമാണ് ആണവായുധ പ്രയോഗത്തിന്റെ കാര്യത്തിലും അവരും ഫോർവേഡ് ആണ്. അതുകൊണ്ട് അത് ഒരു എന്താ പറയാ എങ്ങനെ എൻഡ് ചെയ്യുന്ന അറിയില്ല. അതെ, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സെക്കൻഡേ, ഒരു മിനിറ്റ്.
ഓക്കെ. നിങ്ങൾ വീഡിയോസ് കണ്ടിരുന്നോ ഇന്നലത്തെ ഡിഫൻസിന്റെ ഒക്കെ? യെസ് ടീച്ചർ, കണ്ടിരുന്നു. ഷെല്ലാക്രമണത്തിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. യെസ്. വിട്ട ഡ്രോണുകൾ മുഴുവൻ ഇന്ത്യ നിർവീര്യമാക്കിയില്ലേ? അതെ. പക്ഷെ ഉറിയിൽ ഒരു സ്ത്രീ മരിച്ചു. ആ അതൊരു അൺഫോർച്ചുനേറ്റ് ആണ്. നമ്മള് പിന്നെ മൂന്ന് യുദ്ധവിമാനങ്ങളും തകർത്തു. അതെ. ഭയങ്കരമായിട്ട് ഇന്ത്യ മുന്നേറുന്നുണ്ട്. ഇപ്പൊ കറാച്ചിയോ അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇനി വരും തലമുറ പഠിക്കാൻ പോവാണ് അല്ലെ? ഒരു ഹിസ്റ്ററി ആയത്. ആ സമയത്ത് എക്സാം PSC എക്സാം എഴുതുന്നവർക്ക് വളരെ ഉപകാരമാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് നല്ല നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അവിടെയുള്ള പൊതുജനങ്ങളാണ് ഇല്ലേ മിസ് അനുഭവിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടെ അവർ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? പ്രയർ. Thank you God for the world's food. Thank you God for the food we eat. Thank you God for the birds that song. Thank you God for everything. ഓക്കെ. നിങ്ങൾ നല്ലൊരു മലയാളം പ്രയർ ഒക്കെ പഠിച്ചു വെക്കണോട്ട് ഇടക്കൊക്കെ ഒരു മലയാളം പ്രയർ ചൊല്ലാം. അത് കേൾക്കാൻ. ചൊല്ലാറുണ്ട് ടീച്ചർ. ക്ലാസ്സിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഫാത്തിമ. ഞാൻ പറയാം ടീച്ചർ. Good afternoon, everyone. I am Geeta Anu. I warmly invite respected other teacher, our technical section, Rijo sir, Rakhi ma'am, and all my dear friends. Welcome to today's quote. When a country goes to war, it moves 30 years backward. Attributed by Herbert Hoover. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത് 30 വർഷം പിന്നോട്ട് പോവുകയാണ്. I repeat my thought. When a country goes to war, it moves 30 years backward. Thank you. Have a nice day. ഇപ്പൊ റെലവന്റ് ആയിട്ട് തോട്ടാണ് പറഞ്ഞല്ലേ? യെസ് ടീച്ചർ, അതുകൊണ്ടാണ് ഇന്ന് അത് പറയാൻ വിചാരിച്ചത്. എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ യുദ്ധം ഉണ്ടാവുമ്പോൾ അതില് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്തായാലും. കാരണം ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഒരുപാട് വരുന്നുണ്ട്. അത് എക്കണോമിക്കലായിക്കോട്ടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും യുദ്ധം വിജയിച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ ക്ലാസ്സിൽ ഡിബേറ്റ് സെഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഡിബേറ്റ്? നോ ടീച്ചർ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ, പക്ഷെ അത് ചെയ്തിട്ടില്ല ഇതുവരെ. ഡിബേറ്റ് ടോപ്പിക് എന്താണ്? ഇൻ ചിൽഡ്രൻ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ഓർ ഫാമിലി. ഇതാണ് നമ്മുടെ ഡിബേറ്റിന്റെ ടോപ്പിക്. ഇൻ ചിൽഡ്രൻ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ഓർ ഫാമിലി. കുട്ടികളുടെ ഡിസിപ്ലിൻ സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശീലങ്ങൾ നല്ല ഡിസിപ്ലിൻഡ് കുട്ടികൾ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഏത് സോഴ്സ് ആണ്? ഫാമിലി ആണോ അല്ലെങ്കിൽ സ്കൂളാണോ? അതാണ് നമ്മുടെ ഡിബേറ്റിന്റെ ടോപ്പിക്. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അത് കുറച്ചു പേര് എഗ്രി ചെയ്യുന്നവരുണ്ടാവും, ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും അല്ലെ? അപ്പൊ ചിലവർ സ്കൂളിനായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, ചിലവര് ഫാമിലി ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ആർക്കും ഒരു ദോഷമാകുന്ന രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. ഒരു ഡിബേറ്റ് ആണെന്ന രീതിയിൽ നിങ്ങൾക്ക് തർക്കിക്കാം. ഓക്കെ, യെസ്, മനസ്സിലായോ കാര്യം? പിന്നെ ഡിബേറ്റ് തുടങ്ങുന്ന സമയത്ത്
നമ്മൾക്കതില് കണ്ടന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ഡിബേറ്റ് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു വരുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ഏകദേശം ഒരു പകുതി കഴിയുന്ന സമയത്ത്, ഒരു മിഡിൽ ഭാഗം എത്തുന്ന സമയത്താണ് നമ്മൾക്ക് അതിന്റെ മൂർച്ച കൂടുന്നത് അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വാക്തർക്കങ്ങൾ നടക്കുന്നത് ആ ഒരു സമയത്താണ്. ലാസ്റ്റ് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കിയതെന്നുണ്ടെങ്കിൽ സ്കൂൾ ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും കുട്ടികളുടെ ഡിസിപ്ലിന്റെ ഏറ്റവും വലിയൊരു ഭാഗമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് ടീച്ചറാണ്. അത് ഞാൻ ചെയ്തോളാം. അപ്പൊ നിങ്ങള് ടോപ്പിക് ഇതാണ്. നിങ്ങൾക്കപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ അനുകൂലിക്കുന്നവർ ആദ്യം സംസാരിച്ചു തുടങ്ങാം. അതായത് സ്കൂളാണോ ഫാമിലിയാണോ കുട്ടികളുടെ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉറവിടം എന്ന് പറയുന്നത്? ആരാ പറയുന്നത്? ഞാൻ പറയാം ടീച്ചർ. എന്റെ അഭിപ്രായത്തില് സ്കൂളിനെക്കാളും ഫാമിലിയാണ് ഡിസിപ്ലിന്റെ കാര്യത്തില്. അതെന്താന്ന് വിചാരിച്ചാല് 0 to 3 years വരെ കുട്ടി വീട്ടിലാണ്. ആ സമയം ഫുൾ അബ്സോർബൻ മൈൻഡാണ്. കുട്ടി എല്ലാം കണ്ട് പഠിക്കുന്ന ആ ഒരു ടൈം. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഡിസിപ്ലിന്റെ കാര്യം അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്നാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ ഗീതയുടെ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? നിങ്ങൾ സംസാരിക്കാതെ ഡിബേറ്റ് ആവില്ല കേട്ടോ. എന്താ ചോദിച്ചത്? കേട്ടില്ല. ഡിബേറ്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കേറിയുള്ളോ ഫാത്തിമ? മനസ്സിലായി. അല്ല, ഗീത ചേച്ചി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോന്നാണോ ചോദിച്ചത്? യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്കൂളാണെന്നാണ് ഗീത പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ സ്കൂളല്ല, ഫാത്തിമ ഒരു മിനിറ്റ്. ഞാൻ ഫാമിലിനെ പറഞ്ഞത്, സ്കൂളല്ല പറഞ്ഞത്. 0 to 3 years ഫാമിലിയിലാണെന്നുള്ളത്. എന്റെയും അഭിപ്രായം സെയിം തന്നെയാണ്. ഗീത ചേച്ചി പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുകയാണ്, പ്രതികൂലിക്കുകയല്ല ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ടീച്ചേഴ്സിന് റോൾ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ വീട്ടിൽ നിന്നാണ് ബേസിക്സ് ആയിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണത് വീട്ടിൽ നിന്നാണ്. അതിപ്പോ ഈവൻ നല്ല വാക്കുകളാണെങ്കിലും ചീത്ത വാക്കുകളാണെങ്കിലും സ്കൂളിൽ പോയിട്ട് കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ മേൽനോട്ടത്തിൽ എന്തായാലും കുട്ടികൾ അങ്ങനത്തെ വാക്കുകൾ പറയാത്തൊരു ഇതുണ്ടാവും. പക്ഷെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പേഴ്സണാലിറ്റിയിലും അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം അവര് കൂടുതലായിട്ടും വീട്ടിൽ നിന്നാണ് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, യെസ്. അപ്പോ ഫാത്തിമയും സപ്പോർട്ട് ചെയ്യുന്നത് വീടാണ്. വീട്ടിൽ നിന്നാണ് കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കുന്നതാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ അതിനോട് ഇത്തിരി എതിരാണ്. വീട്ടിൽ നിന്നാണ് ഡിസിപ്ലിൻ തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. ശരി, എല്ലാ കുട്ടികളുടെയും ഡിസിപ്ലിൻ വീട്ടിൽ അതുപോലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. അപ്പം വീട്ടിൽ ചിലര് കുടിച്ചിട്ട് വന്ന് തലകുത്തി മറിയുന്നു, ചിലർ അയൽവക്കത്തെ തെറിവിളി കേട്ട് വളരുന്നു. അപ്പം വീട്ടിൽ ഡിസിപ്ലിൻ എല്ലായ്പ്പോഴും കിട്ടില്ല. വീട്ടിൽ നിന്നാണ് ഡിസിപ്ലിൻ, ഓക്കെ. പക്ഷേ അത് ഞാൻ അതിനോട് കംപ്ലീറ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്നില്ല. പിന്നെ സ്കൂളിൽ നിന്നാണ് ഡിസിപ്ലിൻ പ്രോപ്പർ കിട്ടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്കൂളിൽ ഒരു ഫിക്സഡ് റൂൾസ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഉണ്ട്, പങ്ക്ച്വാലിറ്റി കിട്ടും, അറ്റൻഡൻസ് ഉണ്ട്, ടൈം മാനേജ്മെന്റ് ഉണ്ട്. എല്ലാം സ്കൂളിൽ നിന്നാണ്. വീട്ടിൽ ഇപ്പോഴത്തെ ഉള്ള അമ്മമാരാണെങ്കിൽ കുട്ടികളെ കണ്ടമാനം അവരുടെ വാശിക്ക് വഴങ്ങി വെറും വഷളായിട്ടാണ് അവർ ക്ലാസ്സിലോട്ട് വരുന്നത്. അതേസമയം സ്കൂളിലാവുമ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല. ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ് പഠിക്കുന്നത്. അവർക്ക് അവരുടെ ഗൈഡഡ് ആണ്, പ്രൊഫഷണലി ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ്. അവർക്ക് കുട്ടികൾക്ക് നല്ല ഡിസിപ്ലിൻ കിട്ടും. പിന്നെ കുട്ടികളെ ഇപ്പോഴത്തെ വളർത്തെന്ന് പറയുന്ന വീട്ടിൽ നിന്ന് വെളിയിലിറക്കാതുള്ള വളർത്തുകളാണ്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അവരും ഒക്കെ പഠിത്തമുള്ള കുട്ടികൾ, പഠിക്കാൻ വരുന്ന സെയിം ലെവലിലുള്ള കുട്ടികളാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ നിന്നല്ല, സ്കൂളിൽ നിന്നാണ് ഡിസിപ്ലിൻ നന്നായി കിട്ടുന്നത്. പിന്നെ സ്കൂളിൽ നിന്നാവുമ്പം
ചെറിയ രീതിയിലുള്ള എന്ത് തെറ്റ് ചെയ്താലും അതൊരു കറക്ഷൻ കൊടുക്കും. എല്ലാ പേരൻസും അല്ല, മുക്കാൽ പേരൻസും കുട്ടികളുടെ താളത്തിന് തുള്ളി. ഇപ്പോഴൊക്കെയാണ് ഒരു കൊച്ച് 2 കൊച്ച് ഒത്തിരി കൂടി വന്നു. അപ്പം അവരെന്ത് പറയുന്ന അതാണ് അവരുടെ ഏറ്റവും വലിയ ഇത്. അത് കാരണം ഡിസിപ്ലിൻ ഈസ് നോട്ട് ഫ്രം ഹോം, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. ഓക്കെ. ഓക്കെ, ഉഷയുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? ചേച്ചി പറഞ്ഞത് മുഴുവനായിട്ടും പിന്നെ യോജിക്കാൻ പറ്റില്ല. എന്താണെന്ന് വിചാരിച്ചാല് ചേച്ചി പറഞ്ഞതിനെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. വീട്ടില് കള്ളു കുടിക്കുന്ന അച്ഛനുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലെ ആവണമെന്നില്ല. അപ്പൊ ഞാനത് പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്കൊരു സ്റ്റോറി ഇവിടെ പറയേണ്ടി വരും. എന്താണെന്ന് വിചാരിച്ചാല് ഒരു അച്ഛന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരാള് അച്ഛനെ പോലെ തന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളു കുടിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അപ്പൊ ചെറുതിലെ കുട്ടികൾ ഇത് കണ്ട് വളർന്ന് 2 ആൺകുട്ടികളാണ് ആ അച്ഛനുള്ളത്. അപ്പൊ ഒരാള് ചെറുതിലെ കണ്ട് വളർന്ന് വലുതായപ്പോ അച്ഛനെ പോലെ തന്നെ കള്ളുകുടിയനായിട്ടാണ് മാറിയത്. ഒരാള് പഠിച്ച് വലിയ നിലയിലെത്തി എഞ്ചിനീയർ ആയിട്ട് മാറി. അപ്പൊ ഇത് വന്നപ്പോ ചോദിക്കുവാണ് കുട്ടിയോട്, നീ എന്താ ഇങ്ങനെ കള്ളുകുടിയനായി മാറിയത്? അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ ചെറുതിലെ കാണുന്നത് എന്റെ അച്ഛനെയാണ്. അച്ഛൻ കള്ളുകുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കള്ളുകുടിയനായി മാറിയത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എഞ്ചിനീയർ അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ഞാൻ ചെറുതിലെ എന്റെ അച്ഛൻ കള്ളുകുടിക്കുന്നത് കണ്ടിട്ടാണ് വളർന്നതെങ്കിലും അച്ഛനെ പോലെ ആവരുത് എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച് എഞ്ചിനീയർ ആയത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാട്ടില് എല്ലാ കള്ളുകുടിയന്മാരുടെ മക്കളും കള്ളുകുടിയനായിട്ട് വളരുന്നില്ല. അത് ഡിപ്പെൻഡ് ഓൺ ദെയർ മൈൻഡ്. ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ 1-2 റെയർ ഇൻസിഡന്റിൽ അല്ല കുട്ടികളെ നമ്മള് നോക്കേണ്ടത്. പൊതുവെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്റ്റോറിയോ അങ്ങനെയാണെ എന്തൊക്കെ സ്റ്റോറികള്, ഇത്രയും പഠിച്ചു വന്ന കുട്ടികൾ കണ്ടില്ലേ 5 പേരെ വീട്ടിലെ അമ്മയടക്കം തല്ലിക്കൊന്നത്. അതൊന്നും വെച്ച് നമ്മൾക്ക് കുട്ടികളുടെ ആ ഒരു ടോട്ടലി ആയിട്ടുള്ള കമ്പാരിസൺ പറ്റില്ല. പിന്നെ സ്കൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, അവർക്ക് ഫ്രണ്ട്സുമായിട്ട് അവർക്ക് കോൺസ്റ്റന്റ് പേരന്റൽ സൂപ്പർവിഷൻ ഇല്ല. ചിലപ്പം പേരൻസ് ആണ് എല്ലാത്തിലും സൂപ്പർവൈസ് ചെയ്യുന്ന. കുഞ്ഞുങ്ങൾക്ക് നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും അമ്മയോ അച്ഛനോ പറയുന്ന വഴി കൂടെ പോണം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്, കുട്ടികൾക്ക് ഒരു ഷൂ ഇടണമെങ്കിൽ അവനത് അറിയാമെങ്കിലും അവന്റെ അമ്മ പോവുകയാണ് അത് കെട്ടിക്കൊടുക്കാൻ. എന്റെ കുഞ്ഞിനൊന്നും അറിയേല. അങ്ങനെ ഓരോ കാര്യങ്ങൾ സിബിട്ട് കൊടുക്കുക, അവനെ കയ്യെ പിടിച്ച് ബാഗും പൊക്കി, അവനത് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണെ പോലും പുറത്തിട്ടുകൊണ്ട് അവനെ കയ്യെ പിടിച്ച് അവനെ വെറും പമ്പേഡായിട്ടാണ് വീട്ടിൽ വളർത്തുന്നത്. അത് എല്ലാവരും അല്ല, ചുരുക്കം അല്ല, മോസ്റ്റ് ഓഫ് ദം. അതുകൊണ്ട് സ്കൂളില്ലാതെ ഒരു ഡിസിപ്ലിൻ നന്നായിട്ട് വരില്ല. നമ്മളാണെങ്കിലും ആരെങ്കിലും നല്ല വെൽ മാനേർഡ് ആയിട്ട് കണ്ടാൽ അവര് എത്ര എഡ്യൂക്കേറ്റഡ്, അവര് നല്ല ഇതാണോ, അവരുടെ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി കഴിവ് എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അല്ലാതെ പള്ളിക്കൂടത്തിൽ പോകാതെ, ശരി ചിലരുണ്ട്, ചുരുക്കം പള്ളിക്കൂടത്തിൽ പോകാതെ നടക്കുന്നവര് കഴിവതും എനിക്ക് തോന്നുന്നില്ല അവരാണ് ബെസ്റ്റ് എന്ന്. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ വീട്ടില് നല്ല ബിഹേവിയർ എടുക്കുള്ള കുട്ടി നല്ല ബിഹേവിയർ ആണ് വീട്ടിൽ കാണിക്കുന്നത്. പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആള് മോശം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. 2 സെയിം സിറ്റുവേഷൻസില് വീട്ടില് വളരെ മോശമായത് കുഞ്ഞ് ഭയങ്കര മോശം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ടീച്ചേഴ്സിന്റെ ഇടപെടൽ മൂലം അവന് നല്ല ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് ടീച്ചർ പറഞ്ഞ സത്യം. ചില കുട്ടികൾ അങ്ങനെയാണ്. വീട്ടില് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടും കുരുത്തക്കേടായിട്ട് നടക്കുന്ന കുട്ടികള് ക്ലാസ്സിലെത്തിയാൽ ചിലപ്പോ ഒന്നും മിണ്ടില്ല. നല്ല സൈലന്റ് കുട്ടിയായിരിക്കും. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ പഞ്ചലായിട്ട് ചെയ്തിട്ട് വരും. ഹോംവർക്ക് ആണെങ്കിൽ കൂടി നമ്മുടെ ഇപ്പം ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന കുട്ടി വീട്ടിൽ പോയി ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവന്റെ അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. ഒരു ദിവസം അമ്മ വീട്ടിലില്ലെങ്കിൽ ആ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്ന് കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ വീട്ടിൽ പോയി മൊത്തം ചെയ്ത് വെച്ചിട്ടായിരിക്കും അവൻ മറ്റേ ഇതിന് പോവുക. അപ്പൊ കാരണം കുട്ടികളെ 2 മൈൻഡാണ്. ചിലപ്പോ വീട്ടിൽ പ്രശ്നമുള്ള കുട്ടികളായിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് ക്ലാസ്സിൽ ഉണ്ടാവുക. കാരണം അവന് വീട്ടിൽ കിട്ടാത്ത ഒരു സ്നേഹവും സപ്പോർട്ടും
ചിലപ്പോൾ അവന് ക്ലാസ് ടീച്ചർ അവന് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് ടീച്ചർ കാണിക്കുന്നുണ്ടാവും. ചില കുട്ടികളെ കണ്ടില്ല, പെട്ടെന്ന് ടീച്ചറോട് നല്ല ആക്റ്റീവായിട്ട് അല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് ടീച്ചറോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ എന്ന് വെച്ചാല് നമ്മൾ വീട്ടിൽ ഭയങ്കര കൊഞ്ചിച്ച് വളർത്തുന്ന കുട്ടികൾ ക്ലാസ്സിൽ പോയാല് ടീച്ചർ എന്ത് പറഞ്ഞാലും തലകുത്തി നിന്നാൽ ആ കുട്ടികൾ കേൾക്കില്ല. അങ്ങനെ ടീച്ചർ പറഞ്ഞൊരു രണ്ട് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എവിടെ നിന്നാണ് അപ്പൊ അച്ഛൻ ആ കുട്ടി യഥാർത്ഥമായിട്ട് ഡിസിപ്ലിൻ പഠിക്കുന്നത്? അപ്പൊ എവിടെ നിന്നാണ് ക്ലാസ് അല്ല സ്കൂളിൽ നിന്നാണ് ഡിസിപ്ലിൻ കൂടുതൽ കിട്ടുക ടീച്ചറെ. കാരണം ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് വെച്ചാല് കുട്ടികളെ ആവശ്യത്തിന് തുള്ളുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. വീട്ടിലെത്തിയാല് ഫോൺ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കും, ഫോണ് കണ്ടിട്ട് ഫോണിൽ എന്തൊക്കെയാണ് കുട്ടികൾ കാണുന്നത് അത് വാങ്ങി കൊടുക്കാനാണ് രക്ഷിതാക്കൾ കൂടെ നോക്കാം. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് അതുണ്ടെങ്കിൽ എന്റെ മോൻ അതില്ലല്ലോ, എനിക്കത് വാങ്ങിക്കൊടുത്തിട്ട് ആ കുട്ടീനെ വഷളാക്കാണ് ഇപ്പത്തെ പാരന്റ്സ് നോക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ എന്താ, നിനക്ക് ചിലപ്പോ നിന്റെ അച്ഛൻ അത്രേ കഴിവുള്ളൂ എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഇപ്പത്തെ രക്ഷിതാക്കൾ കാണിക്കില്ല. അവന്റെ മോൻ അതുണ്ട്, എന്റെ മോൻ അത് വാങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസി ഇപ്പത്തെ പാരന്റ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വഷളായി പോകുന്നതും. കാരണം എത്ര കുട്ടികളാണ് കേസിൽ വരുന്നത്. ഇപ്പം ചെറിയ 10ലും +2ലും പഠിക്കുന്ന കുട്ടികളടക്കം കേസിൽ വരാനുള്ള കാരണം ഈ വീട്ടില് അവന് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞപ്പം ആ പാരന്റ്സ് കൊടുക്കുന്നുണ്ട് പൈസ. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ 1 രൂപ കിട്ടണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് ഒരു വീട്ടിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ. ഓക്കെ. അച്ഛനയുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ ഞാൻ ഉഷേച്ചി പറഞ്ഞ ഒരു കാര്യം പറയാം. അതിപ്പോ ടീച്ചർ ചോദിച്ചതായിട്ട് കണക്ട് ചെയ്തിട്ടും അതാവാം. എന്താണെന്ന് വെച്ചാല് നേരത്തെ ഉഷേച്ചി പറഞ്ഞത് സ്വാതന്ത്ര്യം സ്കൂളിലാണ് കൂടുതൽ, വീട്ടിൽ കുറവാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം സ്കൂളിൽ കുറഞ്ഞത് കൊണ്ടാണ് കുട്ടികൾ സ്കൂളിലെത്തുമ്പോ വീട്ടിൽ അടങ്ങിയിരിക്കാത്ത കുട്ടികൾ സ്കൂളിലെത്തുമ്പോ അടങ്ങിയിരിക്കുന്നത്. അത് ഒരു കാര്യം. പിന്നെ അജിനെ പറഞ്ഞതിലേക്ക് വരുവാണെന്ന് വിചാരിച്ചാല് 10ൽ ഒരു 2 പേരന്റ് മാത്രമേ ഇങ്ങനെ ഫോണ് കൊടുത്തിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടാവും. പോട്ടെ, ഒരു 3 അല്ലെങ്കിൽ 4. അപ്പോഴും മെജോറിറ്റി വരുന്നത് നല്ല പേരന്റിനാണ്. ഫോണൊന്നും കൊടുക്കാതെ ഭക്ഷണം കഴിപ്പിക്കുന്ന. അതും അവര് 6 പേര് 10ല് ഇപ്പൊ 4 പേര് അങ്ങനെയാണെങ്കിലും 6 പേര് നല്ല ഇതിലാണ് പോകുന്നത്, ഡിസിപ്ലിനോട് കൂടി. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയൂ, നിങ്ങള് ഡിസഗ്രി ചെയ്യുന്നവരോ എഗ്രി ചെയ്യുന്നവരൊക്കെ സംസാരിക്കൂ. ഡിബേറ്റ് ആണ്. മിസ് എന്റെ നെറ്റ് കട്ടായി പോയതായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്ന സ്കൂളിൽ നിന്നായിരിക്കും. സ്കൂളിൽ നിന്നാണ്. പക്ഷേ ഡിസിപ്ലിൻ ഫാത്തിമ പറഞ്ഞോളൂ. ഓക്കെ. അതുണ്ടല്ലോ സ്കൂളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ടീച്ചേഴ്സിന് എല്ലാത്തിനും ഒരു എന്താ പറയാ ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പരിമിതി ഉണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിന് എത്രത്തോളം കുട്ടികളെ പറയാം, കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എല്ലാത്തിനും ഒരു പരിധി വിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടീനെ നമുക്ക് ഒന്നും പഠിപ്പിക്കാനോ എന്താണെങ്കിലും നല്ല ശീലമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ഇന്നത്തെ സിറ്റുവേഷനിൽ കാണാനുണ്ട്. ആ പരിമിതികൾ കൊണ്ട് തന്നെയാണ് അജിന പറഞ്ഞ പോലെ തന്നെ പല കേസുകളും ഇതൊക്കെ വരുന്നത്. സ്കൂൾ ടീച്ചേഴ്സിന് പണ്ടുള്ള പോലെ ഒരു സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പണ്ടത്തെ പോലെ ടീച്ചേഴ്സിന് ഒരു റെസ്പെക്റ്റോ ഇല്ല. പക്ഷെ ഇന്നത്തെ സിനാരിയോയില് വീട്ടിൽ നിന്നായിരിക്കും കുട്ടികൾക്ക് ഡിസിപ്ലിൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ ഇതായിട്ടുണ്ടാവുക. കാരണം എന്താന്ന് പറഞ്ഞാല് വീട്ടിലാണ് അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുന്നത്. സ്കൂളിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാൽ പോലും ടീച്ചേഴ്സിന് ഒരു പരിമിതി ഉണ്ട്. എത്രത്തോളം ആ കുഞ്ഞിനെ നല്ല രീതിക്ക് നടത്താം എന്നതിനൊരു പരിമിതി വരുന്നുണ്ട്. പണ്ടത്തെ കാലം അങ്ങനെ ആയിരുന്നില്ല. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെയാണ് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുക, കിട്ടുക എന്നാണ് എന്റെ അഭിപ്രായം. വീടാണ് അല്ല, പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല. അത് പിന്നെ നമ്മൾ ചെറുതിലേ വീട്ടിൽ നിന്ന്
തന്നെ വരേണ്ടതാണ്. കാരണം 3 വയസ്സിന് മുമ്പിലെയും കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ആകും. അപ്പോൾ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കുട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി പ്രൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസിപ്ലിൻ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത്. കാരണം ചൊട്ടയിലെ ശീലം ചുടല വരെ, നമ്മൾ ചെറുതിൽ ശീലിക്കുന്നതാണ് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും അത് എന്താ പറയാ അത് ഫോളോ ചെയ്യുന്നത്. എത്രയോ കുട്ടികള് വീട്ടിൽ യാതൊരുവിധ ഡിസിപ്ലിനും ഇല്ലാതെ അത് സ്കൂളിൽ വന്നു കഴിയുമ്പോൾ അവര് ഭംഗിയായിട്ട് തള്ളയുടെ കർണക്കുറ്റിക്ക് വരെ അടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അതേസമയം സ്കൂളിൽ വന്നു കഴിയുമ്പോൾ ശരി ഒരു പ്ലീസോ ഒരു ഇതൊക്കെ പറയുമായിരിക്കും വീട്ടിൽ, എന്നാൽ അവരുടെ ടേൺ അനുസരിച്ച് നിൽക്കാനും, ഒരു വെള്ളം എടുക്കാൻ പൈപ്പിൽ ചെന്നാൽ അവരുടെ ടേൺ അനുസരിച്ച് നിൽക്കാനും, അവര് ഒത്തിരി റൂൾസ് ഫോളോ ചെയ്യാനും, ടീച്ചേഴ്സിനെയും പേരൻസിനെ റെസ്പെക്ട് ചെയ്യാനും, അങ്ങനെയുള്ള എല്ലാ ഡിസിപ്ലിനും സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. ശരി, ഒരു റോള് വീടിനില്ല എന്ന് ഞാൻ പറയുകയല്ല. ഇറ്റ് while the home plays a role, but it is the school that make a children's future. യെസ്, ഞാനിപ്പോ ഒരു കാര്യം പറയാണ്. നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് എന്താണ് എഡ്യൂക്കേഷൻ ഇൻ ഷോർട്ട് ടേമിൽ നമ്മൾ പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിലെ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് ഒരു കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ സൂചിപ്പിക്കുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്ന സ്കൂളാണ് അല്ലെ. സ്കൂളിലാണ് കുട്ടികൾക്ക് എന്ത് വരുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എന്താ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ നിയന്ത്രിതമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആണ് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സ്കൂള് തന്നെയാണ് ബെറ്റർ ആയിട്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വീടാണോ അല്ലെങ്കിൽ ഫാമിലി ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്കൂളിന് മാത്രമല്ല വീടിനും ഒരു നല്ല റോളുണ്ട്. നമ്മളുടെ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളും കുട്ടികളോട് പെരുമാറുന്നത് അനുസരിച്ച് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇത് തന്നെ അവിടെ കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ അധ്യാപകർക്ക് നല്ലൊരു റോളാണ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവരുടെ പ്രവൃത്തിയിലൂടെ കുട്ടികൾ കുറച്ചൊക്കെ മാറ്റം വരുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അധ്യാപകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ കുറച്ചൊക്കെ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഡിസിപ്ലിൻ കുട്ടികളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി നമ്മൾ എടുക്കാൻ അധ്യാപകന് ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ പണ്ടൊക്കെ അങ്ങനെ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ പിള്ളേരെയും അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അച്ഛനും അമ്മയും കുറച്ചൊക്കെ അവർക്ക് പറ്റും. ഓക്കെ, ശ്യാമള അങ്ങനെയാണ് പറയുന്നത്. പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങള് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? മിസ്സേ, സ്കൂളിൽ നിന്ന് തന്നെയല്ലേ കൂടുതൽ പ്രാധാന്യം കിട്ടുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പത്തെ അച്ഛനും അമ്മയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യാൻ പുറത്തു പോകുന്നതാ. ചേച്ചി പറഞ്ഞ 1-2 കുട്ടികൾ അല്ലെ ഒരു കുട്ടികൾ മാത്രമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ കുട്ടീനെ 3 വയസ്സാകുമ്പോൾ തന്നെ പ്ലേ സ്കൂളിൽ വിട്ടിട്ട് ഇവര് രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വീട്ടിൽ വരുള്ളൂ. ആ സമയത്ത് സ്കൂളിൽ തന്നെയല്ലേ കൂടുതൽ റോള് കിട്ടുന്നത്. അല്ലെ 3 വയസ്സാകുമ്പോൾ അംഗനവാടിയിലെങ്കിലും കൊണ്ടാക്കാത്ത ഒരു അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ. രാവിലെ 9:30 കൊണ്ടാക്കിയാൽ 3 മണിക്ക് കുട്ടി തിരിച്ചു വരും. ആ വന്നിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. അതൊരു 6-7 മണിയാകുമ്പോൾ കുട്ടികൾ ഉറങ്ങും. ആകെ 3-4 മണിക്കൂർ മാത്രമേ ഒരു കുട്ടി ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. ആ സമയത്ത് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ സ്കൂളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ഒരു 2 മാസം ആ ഒരു വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളൂ. അല്ലാതെ വർക്കിംഗ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഒരു മിക്ക അവേഴ്സ് അല്ലെങ്കിൽ ഒരു 9:30 മുതൽ ഒരു 3:30 വരെയുള്ള ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ 4 മണി വരെയുള്ള ടൈം പീരീഡിൽ കുഞ്ഞുങ്ങൾ എവിടെയാണ് ശരിക്കും? സ്കൂളിലാണ് അല്ലെ. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ അവിടെ കുട്ടികൾ അവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും തരത്തില് അവിടെ നിന്ന് ഒരു ഡിസിപ്ലിനും കുട്ടികൾക്ക് കിട്ടുന്നില്ല ആ ഒരു ടൈം പീരീഡിനുള്ളില്? സ്കൂളിലാണ് കൂടുതൽ ടൈമും കുട്ടികൾ എന്ന് പറയാൻ പറ്റൂല, വീട്ടിൽ തന്നെയാണ് കൂടുതൽ ടൈം. എന്താണെന്ന് വിചാരിച്ചാൽ 10 o'clock നാട്ടിലെ സ്കൂൾ തുടങ്ങുന്നത്. അത്ര വരെ കുട്ടികൾ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഒരു 4 hours കൂട്ടുക. പിന്നെ 4 o'clock തിരിച്ചെത്തിയാല് നൈറ്റ് 9 o'clock വരെ കൂട്ടുമ്പം അവേഴ്സ് കൂടുതൽ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സമ്മതിക്കുന്ന അവേഴ്സ് കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു
അത് ഫാമിലിയുടെ കൂടെയുള്ള ഒരു മൊമെന്റ്സ്, അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് അല്ലെ. ഒരു ഇപ്പൊ പറഞ്ഞ ഈ രാത്രിയുള്ള അവേഴ്സ് അല്ലെങ്കിൽ വൈകുന്നേരമുള്ള അവേഴ്സ്. പക്ഷെ കുട്ടികൾ വൈകുന്നേരം വന്നു, കുറച്ച് സമയം പിന്നെ അത് കളിക്കാനുള്ള ഒരു സമയം, പിന്നെ അവർ അവരുടെ സ്റ്റഡീസ് ആയിട്ട് പോവുകയാണ്. പിന്നെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെലവഴിക്കുന്നില്ല നമ്മൾ പറയുന്നില്ല. പിന്നെ കുട്ടികൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ഇനി പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിച്ച് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നതും അവിടെ നിന്നാണ് കുറെ കാര്യങ്ങൾ അവരോട് പഠിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ ഇത് തന്നെയാണ് കേട്ടോ, വിഷയങ്ങൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. ഞാൻ എതിർത്ത് പറയണല്ല, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിനോട് എന്താ പറയാൻ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛൻ ഒരു മൊബൈൽ എടുത്തിട്ട് ഒരു റൂമിലോട്ട് മാറിയിരിക്കും, അമ്മ അതേപോലെ. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ നേരെയാക്കാൻ പറ്റുന്നത്? സമയമേ ഇല്ല. കുട്ടികളെ വീട്ടിൽ എന്തായിട്ട് കാര്യമില്ല, അപ്പൊ സ്കൂള് തന്നെയാണ് ബെറ്റർ. പറയൂ ഗീത. ഗീത പോയോ? ഇൻ കേസ് ഇനി ഇപ്പൊ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് നിങ്ങള്? ഓ ടീച്ചർ, ഞാനത് പറയുന്നുണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്യാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഇപ്പോ അച്ഛൻ ഫോൺ എടുത്ത് കളിക്കുന്ന പറഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ മെജോറിറ്റി നോക്കുമ്പോ അതിന്റെ ഇപ്പൊ ഒരു സർവേ എടുക്കേണ്ടി വരും ചിലപ്പോ. ഫോൺ കാണുന്ന അച്ഛനും ഫോൺ കാണാത്ത അച്ഛനും. അപ്പൊ മെജോറിറ്റി എന്തായാലും ഫോൺ നോക്കാത്ത അച്ഛനും അമ്മമാരും ഞാൻ ഉണ്ടാവും എന്തായാലും. അപ്പൊ മാതാപിതാക്കളുടെ മാതൃകാ ജീവിതം കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് പഠിച്ചതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, അപ്പൊ നമ്മുടെ ഫാമിലി ഒരു പങ്ക് നന്നായിട്ട് വഹിക്കുന്നുണ്ട് അല്ലെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. യെസ്, എന്നിരുന്നാലും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എന്താണ്? സ്കൂളാണോ ഫാമിലിയാണോ? സ്കൂളാണെന്നാണ് സമീറ പറഞ്ഞത്. സമീറ ഡിഫറൻഷിയേറ്റ് പറയണം. വീട്ടിൽ നിന്നും ഒരു ഫാമിലിയിൽ അല്ലെ അച്ഛൻ അമ്മ അതിൽ നിന്നുള്ള കിട്ടുന്ന ചേഞ്ച് കുട്ടിക്ക് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ സ്കൂളിൽ പോകുമ്പോ അങ്ങനല്ല. ബിഹേവിയർ ഇൻ എ ഗ്രൂപ്പാണ്, അവര് ഫോളോ ചെയ്യുന്ന മെനി റൂൾസ് ആണ്, റെസ്പെക്ട് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ്. എന്നിട്ട് അവരുടെ ഒത്തിരി കാര്യങ്ങൾ ടീച്ചേഴ്സിന്റെ ഡിസിപ്ലിനും അവർ നോക്കും. ടീച്ചേഴ്സിന്റെ ഒരു ദിവസം ഒരു 5 പീരീഡ് ആണ്, 5 ടീച്ചേഴ്സ് വരും. അവര് മാറി മാറി എന്തൊക്കെ അഡ്വൈസ് എന്തൊക്കെ കൊടുത്താണ് കുട്ടികളെ ശരി. നമ്മുടെ മോണ്ടിസറി മെത്തേഡിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കുട്ടികള് ആക്ടിവിറ്റി കൊടുത്തു വേണം അവരെ ഡിസിപ്ലിൻ ആക്കാൻ. അവര് വെറും അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ടാണ് 3 വയസ്സിൽ നമ്മള് മോണ്ടിസോറി ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ അവർക്ക് യാതൊന്നും ഇല്ല, അവർ അൺകോൺഷ്യസ് ആണ്. അവർ കോൺഷ്യസ് ആകുന്നത് 3 വയസ്സ് തൊട്ടാണ്. ആ കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഡിഫറെന്റ് സ്റ്റൈൽ, അവരുടെ ഇന്റലക്ച്വൽ പല ഡെവലപ്മെന്റിനുമുള്ള ആക്ടിവിറ്റി കൊടുക്കുമ്പോഴാണ് ഹൈപ്പർ ആക്റ്റീവ് പിള്ളേരൊക്കെ അടങ്ങിയിരുന്ന് അവര് പഠിക്കുന്നെന്നാണ് നമ്മളെ മോണ്ടിസോറി പോലും പഠിപ്പിക്കുന്നത്. അതെ, അപ്പൊ സ്കൂള് മോണ്ടിസോറിയുടെ അഭിപ്രായം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയല്ലേ മോണ്ടിസോറി പറയുന്നത്? സ്കൂളിൽ നിന്നാണ് ഒരു മിക്ക ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിപ്ലിൻ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ. ഇപ്പൊ നമ്മൾ പഠിച്ചത് നിങ്ങൾ അടുത്ത പാർട്ടിൽ പഠിക്കാൻ വന്നു, തറയിൽ ഇരുന്ന് പഠിക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. കുട്ടികള് തറയിൽ ഇരുന്ന് പഠിക്കണം. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഒരു ഡിസിപ്ലിൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ സ്കൂൾ ഒരു ഫാക്ടർ അല്ലേ കുട്ടികളുടെ ഡിസിപ്ലിന്റെ മെയിൻ ഫാക്ടർ? മോണ്ടിസറിനെ ഇതില് ഇത്ര നേരം നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. മോണ്ടിസറിയെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, കുട്ടിയുടെ ആദ്യ പാഠം വീട്ടിൽ കാണുന്ന ക്രമശീലവും ചട്ടക്കൂടും തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനോട് തന്നെയാണ് യോജിക്കുന്നത്. അതാണ് ഡിബേറ്റ്. ഞാനും ഗീതേഷ് പറഞ്ഞ ഇതിനോട് യോജിക്കാണ്. കാരണം വെച്ചാൽ ഒരു കുട്ടി വീട്ടിലല്ലേ തുടക്കം നമ്മള് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഒരു തെറ്റ് ചെയ്താലും നമ്മള് പാരന്റ്സ് ആണല്ലോ പറയാ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയണത്. പിന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആദ്യം എന്തായാലും പാരന്റ്സ് ആയിരിക്കണം നമുക്ക് അടി തരുന്നത്. ആ അടിയുടെ ചൂടുകൊണ്ട് പിന്നെ അത് നമ്മളത് ചെയ്യുന്നില്ലല്ലോ. പിന്നീടാണ് നമ്മൾ സ്കൂൾ ലൈഫിലേക്ക് എത്തണത്. അവിടെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റം എങ്ങനെയാണോ അതനുസരിച്ചാണ് ആ കുട്ടി പിന്നെ അവിടത്തെ ഡിസിപ്ലിൻ നോക്കാം. എന്റെ ഒരു കാഴ്ചപ്പാടാട്ടോ പറഞ്ഞത്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ടീച്ചേഴ്സിനോട് ഒരു ഇഷ്ടം തോന്നുമല്ലോ, അവര് നമ്മളോടുള്ള ബിഹേവിയർ വെച്ചിട്ട്. ലൂയിസേ,
അടി കിട്ടുന്നതിന് പേടിച്ചിട്ടാണ് കുട്ടി എന്താണ് വീട്ടില് ഡിസിപ്ലിൻ പാലിക്കുന്നതെന്ന്. ഈ അടി സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പേടിച്ചിട്ട് സ്കൂളിൽ അടങ്ങിയിരിക്കുന്നില്ലേ കുട്ടികള്. അപ്പൊ രണ്ടും തമ്മിൽ എന്തുള്ള അടിച്ചിട്ടല്ലല്ലോ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത്. പക്ഷെ സ്നേഹം ഇപ്പോഴത്തെ പക്ഷെ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ അടി കിട്ടാത്തോണ്ടാണ് ഓരോ കുട്ടികളും ഈ, എന്താ അവർക്ക് ആ റെസ്പെക്ട് കൊടുക്കാത്തത്. പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും ഇപ്പൊ ആ ഒരു അടിയുടെ ഒരു ഇത് കിട്ടാത്തോണ്ടാണ് പിള്ളേര് ഇതാവണത്. പണ്ടെന്ന് വെച്ചാൽ ആ കിട്ടിയ ചൂടിന്റെ ഒരു ഇതുകൊണ്ട് എല്ലാവരും പരമാവധി മിക്ക പിള്ളേരുകൾക്കും അവരെന്താണ് ചെയ്യണേന്നുള്ളതിന്റെ ഒരു ബോധമുണ്ട്. ഇപ്പത്തെ അതുകൊണ്ടല്ലേ കുട്ടികളെന്ന് വെച്ചാല് അടി കിട്ടാത്ത. പണ്ടത്തെ നമ്മുടെ പാരന്റ്സിനൊക്കെ അടി കിട്ടിയിട്ടല്ലേ അവര് പഠിച്ചു വന്നത്. ആ അടിക്കാൻ റൂൾസ് ഉണ്ടാക്കിയത് അതെ ഫാമിലിയേഴ്സ് അല്ലേ. അല്ല ഞാൻ പറയുന്നത് വെച്ചല്ലേ ഈ ഓക്കെ അതും ശരിയാണ്. അടിന്ന് പറഞ്ഞാൽ അങ്ങനെ പേരൻസ് എന്ന് പറയുന്നത് അഞ്ചിതയുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചിതൊക്കെ സ്കൂളാണോ ഫാമിലി ആണോ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ഫാമിലി രണ്ടും ഉണ്ട്. കാരണം ഫാമിലിന്ന് നമ്മള് പറയാൻ പാടും. ഫാമിലി വെച്ചാല് നമ്മളെല്ലാം പഠിക്കുന്ന ഫാമിലിന്നാണ്. കെയറിങ് ആയാലും ഒരാളോട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ബിഹേവിയർ, നമ്മളൊരാളോട് റെസ്പെക്ട് കാണിക്കേണ്ടത് എങ്ങനെയാണോ അതൊക്കെ നമുക്ക് പാരന്റ്സ് ആളെ പറഞ്ഞു തരാം. നമ്മൾ വളർന്നൊന്നും ശരി പണ്ടെന്നൊക്കെ പറയാം കളിക്കാനൊക്കെ പോവും. പിന്നെ പ്രായമായവരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പൊ അവരോട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ഇപ്പോഴത്തെന്ന് പറഞ്ഞാല് പ്രായമായവരൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല ഒരു ഫാമിലിയില്. അപ്പൊ അവരോട് എങ്ങനെയാണ് നമ്മള് പെരുമാറണേന്നൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. പിന്നെ ഫുൾ ടൈം ഫോണെന്നുള്ള ഒരു ഇതാണ്. ഈ ഇപ്പൊ പുറത്തേക്കൊന്നും കളിക്കാൻ വിടുന്നില്ല പിള്ളേരെ. അതുകൊണ്ട് ആ കുട്ടികളുടെ ഇടയിലുള്ള ഒരു ഇത് സ്നേഹബന്ധം പോലും ഇപ്പൊ ഇല്ല. എല്ലാവരും ഫോണിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പിള്ളേർക്ക് നോക്കുമ്പോ ഫോണിന് കിട്ടുന്ന ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ കാണുമ്പോഴല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അങ്ങനൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ഫാമിലി ആയിട്ട് തോന്നിയത് ഫസ്റ്റ്. പിന്നെ മിസ്റ്റേക്ക്. ഓക്കെ, അഞ്ചിതയുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരുണ്ടോ? ഞാനുണ്ട് മിസ്സേ. എല്ലാവരും ഡിസിപ്ലിൻഡ് ഹോമിൽ നല്ലായിരിക്കും വരുന്നത്. ചില ഫാമിലി ഭയങ്കര സ്ട്രിക്റ്റ്. അത് പിള്ളേർക്ക് സഫർ ചെയ്യാവുന്നതിലപ്പുറമാ പിള്ളേര് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ചിലത് ഭയങ്കര ലീനിയന്റ്, എന്തും ചെയ്യാൻ കുട്ടികളെ അഴിച്ചുവിട്ട പോലെ വളർത്തും. പക്ഷെ എന്നാൽ സ്കൂൾ അങ്ങനല്ല. സ്കൂൾ ഗീവ്സ് എവരി ചൈൽഡ് equal chance to learn discipline in a balanced environment according to Montessori. Okay? യെസ്. ഓക്കെ, അപ്പൊ ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ. നമുക്ക് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും. ഞാൻ പിന്നെ ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ സംസാരിച്ച് പറഞ്ഞത്. പിന്നെ രണ്ടും ശരി തന്നെയാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞതായാലും രണ്ടും നമ്മൾ പറഞ്ഞതായാലും ഒരുപോലെയാണ്, ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരോടൊപ്പം പെരുമാറുന്നതിലൂടെ നമുക്ക് കുട്ടികൾക്ക് സാമൂഹിക നിയന്ത്രണങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ ശാന്തമായ പഠനാന്തരീക്ഷം കുട്ടികളെ അനുസരണയുള്ളവരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാക്കി മാറ്റും. എന്തായാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതൊരു ഡിബേറ്റ് ആയതുകൊണ്ട് ഇതിൽ ഊന്നി പറഞ്ഞേ ഉള്ളൂ. ഞാനും അത് തന്നെ, ഡിബേറ്റ് ആണ്, നമ്മുടെ കടമയാണ് അതിനെ എതിർക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ രണ്ടും ശരിയാണ്, ഈക്വൽ ആണ്. വീട്ടിൽ ഒരനുസരണയില്ലാതെ വളർത്തുന്ന കുട്ടികളുണ്ട്. അവര് സ്കൂളിൽ നിന്ന് കിട്ടും. സ്കൂളിൽ നന്നായി ചെയ്താലും വീട്ടിൽ അഴിച്ചു വിട്ടാൽ കുട്ടികൾ ശരിയാവില്ല. രണ്ടും അതിന് ഒരു റോളുണ്ട് കുട്ടികളുടെ ലൈഫിൽ. ഡിബേറ്റ് ആയതുകൊണ്ട് എതിര് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനും കയറി വീണത്. ശരി. സമീറ, ഞാനും അതുകൊണ്ടാണ് അവരൊന്നും പറഞ്ഞില്ല ഡിബേറ്റ് പങ്കെടുക്കണം. നിങ്ങൾക്ക് അഭിപ്രായങ്ങളില്ലേ? സൗമ്യ, അക്ഷയ, ഷിഫാന, അഞ്ചിത പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തില് ഫാമിലിയാണ് ഫസ്റ്റ്. ഫാമിലി കഴിഞ്ഞിട്ടാണ് സ്കൂള്. നമ്മൾ ആദ്യം കാണുന്നത് നമ്മളെ ഫാമിലിയാണ്, പിന്നെയാണ് നമ്മൾ സ്കൂളിൽ എത്തുന്നത്. അപ്പൊ ഫാമിലിയാണ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഘടകം. അത് കഴിഞ്ഞിട്ട് സ്കൂള്.
അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ. സെക്കൻഡറി ആണ് സ്കൂൾ. പ്രൈമറി കൊടുക്കുന്നത് നമ്മൾ ഫാമിലി അല്ലേ എന്നാണ് അക്ഷയ പറയുന്നത്. ഓക്കെ, ആണോ സമീറ? ആണോ? എനിക്ക് തോന്നുന്നത് സ്കൂളാണെന്നാണ്. കാരണം സ്കൂളാണ്. വീട്ടിൽ വരുമ്പോ അവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്, അവർക്ക് നമ്മളൊന്നും വിലയില്ല, എന്ത് വേണം ചെയ്യാന്നുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അവർക്ക് ഡിസിപ്ലിൻ ഒന്നും തോന്നിയ പോലെ ഇപ്പൊ യൂണിഫോം ഒക്കെ മാറ്റാൻ തന്നെ കുറെ നേരം അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്നാലും മിക്ക കുട്ടികളും എനിക്ക് തോന്നുന്നത് വീട്ടില് സ്കൂളില് ടീച്ചേഴ്സിനെ പേടിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടിലാവുമ്പോ അവർക്ക് എത്ര പറഞ്ഞാലും അത്ര അച്ഛനും അമ്മയല്ലേ എന്നുള്ളൊരു തോട്ടുണ്ട്. അതുകൊണ്ട് അവര് അങ്ങനെ ഭയങ്കരമായിട്ട് അതനുസരിച്ച് പോകുന്നു എനിക്ക് തോന്നണേ. പിന്നെ സ്കൂളിലാവുമ്പോ പല കുട്ടികളായിട്ടും അവര് അതെ അതെ സ്കൂളില് അവര് ഷെയറിങ്ങും ഒക്കെ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ജിനുവിന് എന്താ പറയാനുള്ളത്? എനിക്ക് സ്കൂളാണെന്നുള്ള അഭിപ്രായമാണ്. എന്റെ മക്കൾ രണ്ടുപേരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് സ്കൂളാണെന്നുള്ള അഭിപ്രായം തന്നെയാണ്. പിന്നെ 3 വയസ്സ് വരെയാണല്ലോ നമ്മുടെ കൂടെ അവരുള്ളൂ. അതുവരെ പഠിപ്പിക്കാവുന്ന രീതിയിലുള്ള ഡിസിപ്ലിനാണ് അവർക്ക് മനസ്സിലാവുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ കൂടുതൽ പഠിക്കുന്നത് എന്തായാലും ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഇപ്പൊ അവിടെ നിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാനേ അവർ നോക്കുള്ളൂ. സ്കൂളിലാവുമ്പോ കുറച്ചുകൂടി അവര് ഡിസിപ്ലിൻ പഠിക്കുന്നതാണ് എന്റെ അഭിപ്രായം. സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് അല്ലെ? എന്താണ്, നിയന്ത്രിത പരിസ്ഥിതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത്. പക്ഷെ വീട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണോ? ഒരു പരിധി വരെ അല്ലെ? ഒരു പരിധി വരെ കൺട്രോൾഡ് ആണ്. പക്ഷെ എങ്കിലും എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാകും. പക്ഷെ സ്കൂളിലും സെയിം നോക്കുവാണെങ്കിലോ, സ്കൂളിൽ ആ ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ മാത്രമാണ് കുട്ടികൾ ഇടപെടുന്നത് അല്ലെ? അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഭയങ്കര മോശമായ ഒരു കുട്ടി സ്കൂളില് ടീച്ചേഴ്സിന്റെ ഇടപെടലിൽ മൂലം ആള് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. നല്ല ഡിസിപ്ലിനോടുകൂടി എല്ലാ ക്ലാസ്സുകളിലും, ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ആണെങ്കിലും ആളെന്താണ്, ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് ആളിൽ ഒരുപാട് ബിഹേവിയർ ചേഞ്ചസ് വരണം. അത് സ്കൂളിൽ നിന്നുണ്ടായ ടീച്ചേഴ്സിന്റെ ഇടപെടൽ മൂലമുണ്ടായ മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ആ കുട്ടിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇവൻ വീട്ടിൽ മോശമാണ് അവൻ അല്ലെ? ഇവൻ വീട്ടില് ഭയങ്കര മോശമാണ്, പക്ഷെ സ്കൂളിൽ നല്ലൊരു ഡിസിപ്ലിൻ ആണ് കുട്ടി കാണിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും അതാണ് സംഭവിക്കുന്നത്? അപ്പൊ അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ആർക്കാണ്? അധ്യാപകർക്കല്ലേ? അല്ലേ? അത് സ്റ്റോറി റോൾ പ്ലേ സ്റ്റോറീസ്, റോൾ പ്ലേ, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതെല്ലാം കൂടെ പിള്ളേർ ഒരു വിധം ശരിയായി കിട്ടും. അതെ, യെസ്. അത് മാത്രമല്ല, സ്കൂൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് മാത്രമല്ല, അല്ലാതെ ടീച്ചേഴ്സിന് കുട്ടികളോടൊരു ഇന്ററാക്ഷൻ ഉണ്ട്. പഠിപ്പിക്കുന്നതിനപ്പുറം ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്റിമസി അല്ലെ? അത് കുട്ടികളുടെ ഒരുപാട് സ്വഭാവത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇവൻ വീട്ടിൽ ഭയങ്കര മോശം ചുറ്റുപാടിൽ നിന്ന് കുട്ടി ടീച്ചറിനോട് ചോദിക്കുന്നതനുസരിച്ച് ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്നു. പക്ഷെ ടീച്ചർ അപ്പൊ അവിടെ എന്താ കൊടുക്കുന്നത്? ഒരുപാട് ഇന്റിമസി അഥവാ ഒരു സപ്പോർട്ട് കൊടുക്കും അല്ലെ? അവൻ ഉയർന്നു വരാനായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഒരിക്കലും അവന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, ടീച്ചറിനറിയാം മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. പക്ഷെ ഒരിക്കലും അവൻ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വീണു പോവാതെ അവന്റെ ഭാവി രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും, റെസ്പോൺസ് ആയിരിക്കും ടീച്ചർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ്, സ്കൂളിലെ അധ്യാപകന് നല്ലൊരു പങ്ക് തന്നെ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അവര് നല്ല രീതിയിൽ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഇപ്പൊ വീട്ടിലെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അവൻ വരുന്നത്, അച്ഛനും അമ്മയും വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കും, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഒരു സ്വഭാവത്തിൽ ആദ്യം നമ്മൾ പോവേണ്ടത്, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കാണ് അല്ലെ? അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ്, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവിടെ അപ്പൊ അവിടുത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്ന ആർക്കാണ്? സ്കൂളാണ് അല്ലെ? സ്കൂള് ഫാമിലി നോക്കുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് സ്കൂൾ ഇമ്പോർട്ടൻസ് പറഞ്ഞേ മതിയാവും. ചില സിറ്റുവേഷൻസ് അല്ല, ഒരുപാട് ഫാമിലീസിന് അങ്ങനെ അനുഭവങ്ങളുണ്ട് അല്ലെ? ഒരുപാട് കുട്ടികളെ മോശം അവസ്ഥയിൽ വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് വളരെ നല്ല രീതിയിൽ ഇപ്പൊ നല്ലൊരു ഹെഡ് പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. ഓക്കെ, അതല്ലേ ഇതിന് അടുത്തൊരു റീൽസിൽ വന്നില്ലായിരുന്നു മിസ്സേ? ഒരു ടീച്ചർ ഒരു പാവപ്പെട്ട മോൻ ഇങ്ങനെ ചെരുപ്പ് കീറിപ്പോയിട്ട് ഒരു ടീച്ചർ വാങ്ങിക്കൊടുത്തപ്പോ അവനുണ്ടായ ഒരു സന്തോഷത്തെ കുറിച്ചൊക്കെ. അതുപോലെ ഒന്നുമില്ലാത്ത
അതൊക്കെ ഒരു സ്കൂളിന് തന്നെയല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുക ആ സമയത്ത്. വീട്ടിലെ സിറ്റുവേഷൻ ഇപ്പൊ എനിക്ക് എയ്റ്റില് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അച്ഛനെ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഇതേപോലത്തെ ഒരു അനുഭവം ഇന്നൊരു ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു. ജോളി വർഗീസ് അത് പറഞ്ഞത്, നമ്മൾ സൈക്കോളജി അവിടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഏതൊരു പോയിന്റിൽ ആള് പറഞ്ഞു, ടീച്ചറെ അവന് ഏതോ ഡസ്റ്റർ ആളെടുത്ത് മോഷ്ടിച്ചു വെച്ചു. ഡസ്റ്റർ ആരെയും കാണാതെ അവന്റെ ബാഗിലേക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വെച്ചു. പക്ഷെ ടീച്ചർ അത് കണ്ടുപിടിച്ചെന്ന് ടീച്ചറിന് അവന് മനസ്സിലായി. അതായത് ടീച്ചർ ബാഗിൽ കണ്ടത് അവന് മനസ്സിലായി. അവൻ ആ ഒരു ക്ലാസ് തീരുന്ന വരെ എന്ത് പേടിച്ചിരുന്നു, ടീച്ചർ അത് ക്ലാസ്സിൽ വെച്ച് പറയോ, എന്നെ ഒരു കള്ളനായിട്ട് കാണിക്കോ എന്നുള്ളൊരു പേടി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുവരെ നല്ല കുരുത്തക്കേടും കള്ളത്തരമൊക്കെ കാണിച്ചിരുന്ന ആളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ടീച്ചറുടെ മുന്നിൽ അവൻ പിടിക്കപ്പെട്ടത്. പക്ഷെ ടീച്ചർ ഒരു കാരണവശാലും അതിനെപ്പറ്റി ക്ലാസ്സിൽ സംസാരിക്കുകയോ അവനെ മോശമായിട്ടൊരു രീതിയിൽ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ പിറ്റേ ദിവസം തൊട്ടുള്ള ആളുടെ സ്വഭാവം ഒന്ന് മാറി. ആ കുട്ടി ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷം ടീച്ചറിന് വന്ന് കാണുകയുണ്ടായി. ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു എഡ്യൂക്കേഷൻ പൊസിഷനിൽ എത്തി, നല്ല എഡ്യൂക്കേറ്റർ ആയിരുന്നു, നല്ല പൊസിഷനിൽ എത്തിയതിനു ശേഷം ടീച്ചറെ കണ്ടപ്പോ പറയുന്നത്, ടീച്ചർ അന്ന് എന്നോട് ആ ഡസ്റ്റ് കള്ളനാണ് എന്ന് ക്ലാസ് മുറിയിൽ ടീച്ചർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തില്ലായിരുന്നു എന്നാ കുട്ടി പറഞ്ഞു. ടീച്ചർ അന്നത് മറച്ചു വെച്ചത് കൊണ്ട് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ടീച്ചർ ഒരിക്കലും എന്നെ അതൊക്കെ നാണം കെടുത്തത് പോലെ അവതരിപ്പിച്ചില്ല, എന്നെ അങ്ങനെ പ്രസന്റ് ചെയ്തില്ല ടീച്ചർ. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. ആ ഒരൊറ്റ ദിവസത്തെ സംഭവമാണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ ബിഹേവിയർ. ആ ഡിസിപ്ലിൻ തന്നെ മാറിപ്പോയാണ്. മൊത്തത്തിൽ ആ ബിഹേവിയർ ചേഞ്ച് ചെയ്തു. ആള് നല്ലൊരു പൊസിഷനിൽ. ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ എന്താണ് ചിലരുടെ ജീവിതത്തില് സ്വാധീനിക്കുന്നത്. അപ്പൊ അവനെ ആ ജീവിതത്തിലൊക്കെ സ്കൂൾ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. അതാണ് ആ കുട്ടി പറഞ്ഞത്. റിയൽ സംഭവമാണ് കേട്ടോ, റിയൽ ആയിട്ട് നടന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് നോക്കിയേ. അപ്പൊ അവിടെ നമുക്ക് പോയിന്റ് കൂടുതൽ എവിടെയാണ്? മിസ്സേ ഹെലൻ കെല്ലറും കുഞ്ഞു കാലങ്ങളിൽ ഭയങ്കര നൊട്ടിയും എന്തോ ഡിസ്ട്രക്റ്റീവ് ചൈൽഡ് ആയിരുന്നു. പക്ഷെ ആനി സുലീവൻ ആണ് ഒരു ടീച്ചറാണ് അവളെ പഠിപ്പിച്ച് ശരിയാക്കിയത്. ഹെലൻ കെല്ലറിനെ കുറിച്ച് വായിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും? ടീച്ചർ നമ്മൾ സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു പേര്. ഓക്കെ, പേരെന്തായിരുന്നു? എന്ത് സുലൈമൻ എന്നാണ് പേര് ടീച്ചറിന്റെ? ആനി സുലൈമൻ അല്ലെ? ആനി സുലീവൻ. ആനി സുലൈമൻ. ഓക്കെ, അവരാണ് ശരിക്കും ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ചൈൽഡിനെ ശരിക്കും ഒരു കാഴ്ചയുള്ള ആളാക്കി മാറ്റിയത് ശരിക്കും ടീച്ചറാണ് അല്ലെ? ടീച്ചറിന്റെ ഒരുപാട് ഇടപെടലുകൾ ആ കുട്ടീനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. നമ്മള് എടുത്ത വിഷയത്തില് നിങ്ങൾക്ക് നമ്മളത് തരുന്നത് എന്തിനാണെന്ന് അറിയോ? അങ്ങനെയുള്ള ടോപ്പിക്സുകൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് നിങ്ങൾ ഡിസ്ട്രാക്റ്റീവ് ആയിട്ട് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ഡൈവേഴ്സന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, പറയാനായിട്ടുണ്ടോ എന്നൊക്കെ തപ്പാൻ വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഒരു ഓൺലൈനിൽ ഡിബേറ്റ് സെഷൻ ഒക്കെ കൊണ്ടുവരാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ MD6 കണ്ടക്ട് ചെയ്തത് വളരെ പ്രശ്നമായി പോയത്. അതെന്ന് വെച്ചാൽ അവര് സ്കൂളിലങ്ങ് അധിക്ഷേപിച്ച് പറയാൻ തുടങ്ങി. എല്ലാവരും നല്ല അമ്മമാരായി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന പ്രൊഫഷൻ എന്താണെന്ന് മറന്നു പോയിട്ടാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഡിബേറ്റിലൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചറാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ വിട്ടു. അന്നല്ല അമ്മമാര്, ഞങ്ങൾ അമ്മമാരാണോ, നല്ല അമ്മമാരാണ് കുട്ടികളെ നല്ല ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും തുടങ്ങിയിട്ട് പിന്നെ അടിയായി. കണക്കിനാണ് ഞാനത് നിർത്തിയത്. ഇവിടെ പിന്നെ വലിയ പ്രശ്നമില്ലാതെ അതങ്ങ് പോയി. MD9 വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടാ. എപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിച്ചാൽ എപ്പോഴും നമ്മൾ സെൽഫ് കൺട്രോൾ ആയിരിക്കണം. അതൊരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഏത് വിഷയം ആയിക്കോട്ടെ, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ സെൽഫ് കൺട്രോൾ വേണം. അതില്ലാതിരിക്കുമ്പോഴാണ് അവിടെ അടിയായി മാറുന്നത്. ഇത് വാശിയും വൈരാഗ്യവും തീർക്കേണ്ട സ്ഥലമല്ല. ഇതൊരു ഡിബേറ്റ് ആണ്. അതിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരാൾ പറയുന്നതിനെതിരെ മോശനുണ്ട്, അതിനെ എഗെയിൻസ്റ്റും ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുക. അല്ലാതെ അതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ഞങ്ങളൊക്കെ നല്ല സംസ്കാരം, MD7 നല്ല സംസ്കാരമുള്ള കുട്ടികളാ. അവര് നല്ല രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ചിലരുടെ വാക്കുകൾ പലർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ അവരോട് പറഞ്ഞു, ചിലപ്പോ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പുറവേക്കാം, എന്തൊരു ദേഷ്യം വരും പരസ്പരങ്ങൾ സംസാരിക്കുമ്പോൾ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല എന്നുള്ളൊരു ഇതിൽ പറഞ്ഞ് അവര്
വേറെ വിഷയങ്ങളിലൊക്കെ പോയി തുടങ്ങിയപ്പോ പതിയെ നമ്മളത് മയത്തിൽ കൊണ്ടുവന്നതൊന്ന് കൺക്ലൂഡ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നുള്ളതൊക്കെ മറന്നു, നല്ല പാരന്റ്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ തന്റെ കുട്ടികൾ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഡിസിപ്ലിൻ പഠിക്കുന്നത് എന്ന് സമർപ്പിക്കുകയാണ് അവരെ. പക്ഷെ 2-3 കുട്ടികൾ പറഞ്ഞിട്ടോ സ്കൂളാണ് ടീച്ചറെ, സ്കൂളാണ് ഏറ്റവും നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ അത് കഴിഞ്ഞു. അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞത് ആത്മനിയന്ത്രണം എപ്പോഴും അതൊരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അത് നമ്മള് എന്താ പറയാ, നമ്മളെപ്പോഴും ഡീസൻസി കീപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഡിബേറ്റ് ആ ഒരു രീതിയിലാണ് പോയതെന്നാണ് എന്റെ ഒരു വിശ്വാസം. ടീച്ചർ അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടാതിരുന്നെങ്കിൽ പോലും പിന്നീട് വേണ്ടി വന്നു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യത്യാസങ്ങളുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഡിബേറ്റിൽ പങ്കെടുക്കാന്ന് പറയുന്നതും നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ല സ്കിൽസ് ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പങ്കെടുത്തതിന് ഒരുപാട് താങ്ക്സ്. ഞാൻ അങ്ങോട്ട് പറയും, എനിക്ക് പേടിയായിരുന്നു നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്, പക്ഷെ മിണ്ടി എല്ലാവരും. പിന്നെന്താണ്, ഞാനിപ്പോ എന്റെ പേഴ്സണൽ അനുഭവം പറയാം. ഇപ്പൊ ഈ സിറ്റുവേഷൻ പറയുമ്പോ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള, എനിക്ക് ഡിസിപ്ലിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കുന്നത് എനിക്ക് സ്കൂളാണ് കേട്ടോ. എന്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂള് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഞാൻ അമ്മയില്ലാതെ വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് അച്ഛൻ്റെ നിന്നും അധികം ഒന്നും നോക്കിയിട്ടില്ല ശരിക്കും എന്നാണ്. അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് എന്നെ ശരിക്കും ഇപ്പൊ അംഗനവാടി മുതൽ ഇപ്പൊ നഴ്സറി സ്റ്റേജ് മുതൽ 10th വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ടീച്ചർമാർ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ദെൻ +2 ഡിഗ്രി കഴിഞ്ഞത് PG B.Ed പിന്നെ നെക്സ്റ്റ് വേറെ എവിടെയൊക്കെ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, അവിടെയൊക്കെ എനിക്ക് കിട്ടിയത് നല്ല ടീച്ചേഴ്സിനെയാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടീച്ചർമാരെയാണ് കിട്ടിയത്. അത് എനിക്ക് എന്തൊരു ബ്ലെസ്സിങ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ആദ്യം മോശമായ ടീച്ചർമാരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും എന്റെ ഒരു സ്വഭാവത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ അധ്യാപകർ തന്നെയാണ്. അവര് പറഞ്ഞു തന്നിരുന്നത്, വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്നേഹം മാത്രമല്ല അതൊന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട രീതിയിൽ പറഞ്ഞു. ഒരിക്കലും എനിക്ക് അമ്മയില്ലാത്ത കുട്ടികളുടെ ഫേവർ ഒരിക്കലും വന്നിട്ടില്ല. പല സ്കൂളുകളിലും പല ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല, അമ്മയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എനിക്ക് ടീച്ചേഴ്സ് അറിഞ്ഞത് വരെ. പക്ഷെ എന്തോ ടീച്ചേഴ്സിനോട് വളരെ അടുപ്പമാണ്. എനിക്ക് എനിക്കൊരു അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചർമാരെ കാണുന്നത് ഞാൻ അമ്മയായിട്ടാണ്. അമ്മ പറയുന്നത് പോലെയാണ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ആ ഒരു സ്ട്രക്ചറിലാണ് ഞാൻ വളർന്നു വന്നത്. എന്റെ ജീവിതത്തെ സ്വാധീനിച്ചത് സ്കൂളും കോളേജ് ടീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരുപടി മുന്നിൽ ഏറ്റവും പറയാനുള്ളത് സ്കൂൾ തന്നെയാണ്. ഓക്കെ, ഫാമിലി ഉണ്ട്, ചെറിയൊരു ഭാഗം മാത്രമേ എന്റെ ലൈഫിൽ ഫാമിലി ഉള്ളൂ. പക്ഷെ അധ്യാപകരാണ്, നല്ലൊരു അധ്യാപകരുടെ കൂടെ. ഇപ്പൊ എന്നെ പഠിപ്പിച്ച സൈക്കോളജി ടീച്ചർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ തിയറീസ് ഒക്കെ ടീച്ചർ വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചെന്ന ഒരാളാണ്. പക്ഷെ ടീച്ചർ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടീച്ചർ വളരെ ഫ്രീ ആയിട്ട് എടുത്തു തരും ക്ലാസ്. വളരെ ടഫ് തിയറീസ് ആണ് സൈക്കോളജി വരുന്നത്, അതൊക്കെ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ എന്താണെങ്കിലും ടീച്ചർ വളരെ എന്താ പറയാ, എനിക്ക് സ്പീച്ച്ലെസ് ആണ്. ടീച്ചറിനൊക്കെ ഇപ്പോഴും നമ്മൾ വളരെ സ്നേഹത്തോട് ഓർക്കുന്നു. അധ്യാപകരെല്ലാവരെയും പഠിപ്പിച്ച എല്ലാ അധ്യാപകരും. അതാണ് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല ടീച്ചർമാരുടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതും വളരെ സന്തോഷമാണ് കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ അധ്യാപകര് ഒരു കുട്ടിയുടെ വിഷയം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അവർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തവരാണ്. നല്ലൊരു ആളാക്കി മാറ്റാൻ, പേഴ്സണാക്കി മാറ്റാൻ അധ്യാപകരെ ഒരുപാട് സഹായിക്കുന്നത്. ഇനി നേരെ മറിച്ച് നമുക്ക് പറയാം, ചിലവർക്ക് ഫാമിലി മാത്രമായിരിക്കും വളരെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതൊരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ. ഫാമിലി നല്ല സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്, അവർക്ക് ചിലപ്പോൾ അധ്യാപകര് സെക്കൻഡറി ആയിരിക്കും. പക്ഷെ അല്ലാത്തവർക്ക് ഇത് തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് ആരും ഇല്ലാത്തവർ വളരുന്നവരുണ്ട്, അവർക്കൊക്കെ അധ്യാപകർ മാത്രമാണ് ഉള്ളത് അല്ലെ. അധ്യാപകർ ഒരു വഴികാട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് എന്റെ അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ലൈഫ് കൊണ്ടാണ് നമ്മൾ ആ അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലേ. യെസ്, അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി ഡിബേറ്റിൽ നിങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചതിന്, അഭിപ്രായങ്ങൾ പറഞ്ഞതില്. ഇങ്ങനെ തന്നെ വേണം. ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാ, പെട്ടെന്ന് വന്നൊരു ഐഡിയ ഡിബേറ്റ് കൊടുക്കാന്ന് കേട്ടോ. ഇത് പ്ലാൻഡ് പരിപാടിയല്ല, പ്ലാൻ ചെയ്ത് വന്നതല്ല ക്ലാസ് കേട്ടോ. ചില ദിവസത്തിന്റെ പ്രത്യേകത ആയിരിക്കും, നല്ല രീതിയിൽ ക്ലാസ് പോകും. ചിലപ്പോൾ വളരെ മൂഡി ആയിട്ട് പോകും, ചിലപ്പോൾ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കും. ഇന്ന് നല്ല ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. അപ്പൊ സന്തോഷം ക്ലാസ്സിൽ കയറിയതും സംസാരിച്ചതും കേട്ടോ. ഓക്കെ ടീച്ചർ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മിസ്. Have a nice day. Thank you. Thank you. Next
നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? അതെ. താങ്ക് യു.